Dear students, welcome to International Business class. We are discussing about foreign direct investment. Due to globalization and reforms in India, the flow of capital is happening all over the world, especially to India. So many multinational companies are making their investment in India. Investment made in a particular country for a long-lasting interest, that is known as FDI. There are different types of FDI. In this class, we are going to discuss about the theories of FDI. There are some theories regarding FDI. 5 theories. First one, product life cycle theory. Product life cycle theory. So, product life cycle is a concept we have studied already in marketing. A product may have different stages in its life on the basis of the sales and profit. Introduction തൊട്ട് ഡിക്ലൈൻ ഏറ്റവും അവസാനം അത് അബാൻഡൻ ചെയ്യുന്നത് വരെയുള്ള സ്റ്റേജസ് ആണുള്ളത്. അപ്പോൾ ആ തിയറിയിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്, പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് എ പ്രോഡക്റ്റ് മേ നോട്ട് ഹാവ് ദ സെയിം സൈക്കിൾ ഓൾ ഓവർ ദ വേൾഡ്. അതായത് അമേരിക്കയിലെ ഒരു പ്രോഡക്റ്റിൻ്റെ പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ സൈക്കിളും ഇന്ത്യയിൽ അതിൻ്റെ സൈക്കിളും ഒന്നല്ല. അമേരിക്കയിൽ ചിലപ്പോൾ അത് മെച്യൂരിറ്റി സ്റ്റേജിലായിരിക്കും, ഇന്ത്യയിൽ ചിലപ്പോൾ അത് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലായിരിക്കും. എന്താ കാരണം? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ സിറ്റുവേഷൻ ഇൻ ദ ഡിഫറെൻറ്റ് കൺട്രീസ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കാം. അപ്പോൾ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി. അപ്പോൾ എ പ്രോഡക്റ്റ് മേ ഹാവ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇൻ ഇറ്റ്സ് ലൈഫ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്. എന്തൊക്കെയാണ്? ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്യൂരിറ്റി, ഡിക്ലൈൻ ആൻഡ് അബാൻഡൻമെൻറ്റ്. അപ്പം ഈ ഓരോ സ്റ്റേജ് വരുന്ന സമയത്ത് ഹൗ ദ കമ്പനി മാനേജ് ദ ലൈഫ് സൈക്കിൾ ഓഫ് എ പ്രോഡക്റ്റ് ബൈ മാർക്കറ്റിംഗ് ഇറ്റ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ്. ദ കമ്പനി ക്യാൻ എക്സ്റ്റെൻഡ് ഇറ്റ്സ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ by introducing the product which is in the decline stage in a developed nation by introducing it in a developing nation. അപ്പം ഒരു കമ്പനിക്ക്, ഒരു മൾട്ടിനാഷണൽ കമ്പനിക്ക് ഈ പറയുന്ന പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് പ്രോഡക്റ്റ് ആൻഡ് ലേറ്റർ അണ്ടർടേക്ക് FDI ആസ് ദ പ്രോഡക്റ്റ് മൂവ്സ് ത്രൂ ഇറ്റ്സ് ലൈഫ് സൈക്കിൾ. എന്നാൽ അമേരിക്കയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു പ്രോഡക്റ്റ് ഇറ്റ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ടു ഇന്ത്യ ഓർ എനി അതർ ഡെവലപ്പിംഗ് കൺട്രി വെൻ the life cycle in that country is in a decline stage or in a saturation stage. അപ്പോൾ അതിനകത്ത് 3 സ്റ്റേജാണ് പറയുന്നത്. ഈ പറയുന്ന ഇതിനകത്ത് ന്യൂ പ്രോഡക്റ്റ്, മെച്ചുറിങ് ആൻഡ് സ്റ്റാൻഡർഡൈസ്ഡ്. അപ്പോൾ ന്യൂ പ്രോഡക്റ്റ് മീൻസ് വെൻ എ ന്യൂ പ്രോഡക്റ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്. സെക്കൻഡ് വൺ മെച്ചുറിങ്, അതായത് അതിൻ്റെ സാച്ചുറേഷൻ സ്റ്റേജ്. ദെൻ സ്റ്റാൻഡർഡൈസ്ഡ്. അപ്പോൾ ഈ പറയുന്ന FDI ഹാപ്പൻസ് ഇൻ ദ ലാസ്റ്റ് 2 സ്റ്റേജസ്. ഇപ്പം ന്യൂ പ്രോഡക്റ്റ് മീൻസ് പ്രോഡക്റ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഓൺലി ഇൻ ദ ഹോം കൺട്രി. അപ്പം ഒരു ഡെവലപ്ഡ് കൺട്രിയിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനി വെൻ സ്റ്റാർട്ട് എ ന്യൂ പ്രോഡക്റ്റ് ഇറ്റ് വിൽ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദാറ്റ് കൺട്രി ആൻഡ് ദേ വിൽ ഗെറ്റ് മാക്സിമം സെയിൽസ്, ട്രൈ ടു ഗെറ്റ് മാക്സിമം സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് ബൈ ഇൻട്രൊഡ്യൂസിങ് ദാറ്റ് പ്രോഡക്റ്റ് ഇൻ ദാറ്റ് കൺട്രി. Normally, the new product will be introduced in their home country and they will try to increase their market as much as possible in their home country. Second stage, when the product stage reaches maturity, that means when the sales are not increasing due to a different situation, due to competition, due to several situations, the firm directly invests in countries where demand is high. അപ്പോൾ ഈ അവരുടെ ഹോം കൺട്രിയിൽ അതിന് ഉദ്ദേശിക്കുന്ന അത്ര രീതിയിൽ സെയിൽസ് കിട്ടാത്തൊരു സ്റ്റേജ് വരുമ്പം ദെൻ ദേ വിൽ സ്റ്റാർട്ട് ടു ഇൻവെസ്റ്റ് ഇൻ ഫോർ അതർ കൺട്രീസ്, FDI ഇൻ അതർ കൺട്രീസ് ടു മേക്ക് ദ സെയിം പ്രോഡക്റ്റ് ആൻഡ് ടു ഏൺ മാക്സിമം പ്രോഫിറ്റ്. അപ്പോൾ എന്താ സംഭവിക്കുക? ഇപ്പോൾ കാറൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ, അത് അവരുടെ രാജ്യത്ത് അതിൻ്റെ ഒരു സാച്ചുറേഷൻ സ്റ്റേജ് എത്താനാകുമ്പം ദേ വിൽ സ്റ്റാർട്ട് ദ പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ ഓർ എനി അതർ കൺട്രി ആൻഡ് ദേ വിൽ introduce the product as a fresh one in India or any other country. Or maturing stage, the company will invest in countries where the product is having high demand.
So in such a situation, the company will start its own production unit for manufacturing the products. The standardized, that means increased competition create pressure to reduce cost of production. It leads to start production in low cost countries. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡൈസ്ഡ് സിറ്റുവേഷനിൽ ആസ് ഓൾ ഓഫ് യു നോ, ഇപ്പോൾ ചൈന ലോകത്തെ ഏറ്റവും വലിയ ഡെസ്റ്റിനേഷനാണ് ചൈന. എന്താ കാരണം? ലോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. സോ മൾട്ടിനാഷണൽ കമ്പനീസ് ആർ സ്റ്റാർട്ടിംഗ് ദെയർ പ്രൊഡക്ഷൻ ഇൻ ചൈന ആൻഡ് എക്സ്പോർട്ടിംഗ് ഇറ്റ് ടു ദ അതർ പാർട്ട് ഓഫ് ദ വേൾഡ് ആസ് ദ ഗുഡ്സ് ആർ മെയ്ഡ് ഇൻ അമേരിക്ക ഓർ എനി അതർ കൺട്രി. അപ്പം ഡ്യൂ ടു കോമ്പറ്റീഷൻ ദ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് decreases. They want to reduce the cost. In such a situation, they will search for countries where the production cost is low. Now, FDI will happen in such a situation. They will start production plants in low cost countries for manufacturing the goods and exporting it to the other countries. So, on the product life cycle theory, first new product introduced, normally it will not be exported to it will not be made as an FDI in the developing countries. It will be introduced in the same home country itself. Then maturing stage, the multinational company will identify the markets and they will start production there. When there is high competition, in the case of standardized situation, the company will select low cost countries and start production by making FDI. രണ്ടാമത്തെ തിയറി എന്ന് പറയുന്നത് മാർക്കറ്റ് ഇംപെർഫെക്ഷൻ. മാർക്കറ്റ് ഇംപെർഫെക്ഷൻ, ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഇന്റർനാഷണലൈസേഷൻ. ഇന്റർനാഷണലൈസേഷൻ. സോ ദ ഇംപെർഫെക്ഷൻസ് ഇൻ ദ മാർക്കറ്റ് വിൽ ഡിസൈഡ് FDI. The imperfections in the market will decide the FDI. That is, the trade barriers play a key role and they influence the transaction cost. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ ട്രേഡ് ബാരിയേഴ്സ് ഒരു കാലത്ത് വളരെ കൂടുതലായിരുന്നു. ആ സമയത്ത് ഇങ്ങോട്ടേക്ക് ആരും FDI നടത്താനായിട്ട് വന്നില്ല. വെൻ വി സ്റ്റാർട്ടഡ് ടു റെഡ്യൂസ് അവർ ട്രേഡ് ബാരിയേഴ്സ്, എന്ത് സംഭവിച്ചു? ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറഞ്ഞു. If it is high, the firm may take a decision to invest in foreign country. If it is low, the MNCs prefer to contract with franchising, licensing or supply agreement. If it is high, the firm may take a decision to invest in foreign country and if it other foreign country അവർ ഇൻവെസ്റ്റ് ചെയ്യും. അത് ലോ ആണെങ്കിൽ, ആ ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറവാണെങ്കിൽ MNCs വിൽ പ്രിഫർ കോൺട്രാക്ട് വിത്ത് ഫ്രാഞ്ചൈസിങ്. നമ്മൾ അവരെ സബ് കോൺട്രാക്ടിങ് നടത്തുന്നു, അല്ലെങ്കിൽ ലൈസൻസിങ്, നമ്മുടെ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അവർക്ക് ലൈസൻസിങ് കൊടുക്കുന്നു. അപ്പോൾ മാർക്കറ്റ് ഇംപെർഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മാർക്കറ്റ് കണ്ടീഷൻ പ്രിവെയിലിംഗ് ഇൻ ദ ഡിഫറെൻറ്റ് കൺട്രീസ് വിൽ ഡിസൈഡ് ദ ഫ്ലോ ഓഫ് FDI. അപ്പം ട്രാൻസാക്ഷൻ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് അവർ തീരുമാനിക്കുക വെദർ ടു മേക്ക് FDI ഓർ വെദർ ടു give contract for franchising or licensing. For example, KFC, അവർക്ക് ഇന്ത്യയിൽ നേരിട്ട് വന്നുള്ള പ്രൊഡക്ഷൻ ആരംഭിക്കേണ്ട ആവശ്യമില്ല. They can give license to a particular Indian company to manufacture the brand name of that particular product in India. അപ്പോൾ അത് ആ രീതിയിലുള്ള ലൈസൻസിങ് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുക. ഇപ്പോൾ ഇന്റർനാഷണലൈസേഷൻ തിയറി എന്നാണ് പറയുന്നത്. ഇംപെർഫെക്ഷൻ ഇൻ ദ മാർക്കറ്റ് വിൽ ഡിസൈഡ് ദ FDI. Trade barriers play a key role and influence the transaction cost. അപ്പോൾ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഹൈ ആണെങ്കിൽ അവർ ഫോറിൻ കൺട്രിയിൽ വേറെ ഇൻവെസ്റ്റ് ചെയ്യും. അത് ലോ ആണെങ്കിൽ ദേ പ്രിഫർ ഫോർ ഫ്രാഞ്ചൈസിങ് ഓർ ലൈസൻസിങ്. ദെൻ തേർഡ് തിയറി, എക്ലെക്റ്റിക് തിയറി. എക്ലെക്റ്റിക് തിയറി, ഇറ്റ് ഈസ് എ തിയറി ഡെവലപ്ഡ് ബൈ ജോൺ ഡെന്നിങ്. അപ്പോൾ FDI decisions are influenced by location and it combines the unique advantage of ownership, location and internalization. ലൊക്കേഷനുമായി ബന്ധപ്പെട്ടാണ് മൂന്നാമത്തെ തിയറിയിൽ പറയുന്നത്. FDI decisions are based on locational aspect, unique advantage of ownership, location and internalization. അപ്പം ഈ മൂന്ന് കണ്ടീഷൻസും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് എവിടെ FDIയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസിഷൻസ് കമ്പനീസ് എടുക്കുക. അത് FDI decisions are based on 3 aspects. എന്തൊക്കെയാണ്? ഓണർഷിപ്പ് അഡ്വാൻറ്റേജ്. ഓണർഷിപ്പ് അഡ്വാൻറ്റേജ്. അപ്പോൾ ഓണർഷിപ്പ് അഡ്വാൻറ്റേജ് മീൻസ് ദ യുണീക് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഹെൽപ്സ് എ ഫേം
to overcome the disadvantages of competing with foreign firms. So, the unique competitive advantage helps a firm to overcome its disadvantage of competing with the foreign firms. From brand recognition, technical knowledge, economies of scale or management ability may be this unique advantage. അപ്പോൾ ഈ പറയുന്ന ഒരു കമ്പനിക്ക് അവരുടെ ബ്രാൻഡ്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഐഫോൺ, ദ ബ്രാൻഡ് നെയിം ഈസ് ഫെമിലിയർ ഓർ ഫേമസ് ഓൾ ഓവർ ദ വേൾഡ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ദേ ഹാവ് എ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഓവർ അതർ കമ്പനീസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ബ്രാൻഡ് റെക്കഗ്നിഷൻ ഓർ ഇറ്റ്സ് ടെക്നിക്കൽ നോളജ് ഓർ ദ ലാർജ് സ്കെയിൽ എക്കണോമീസ് ഓഫ് മാനുഫാക്ചറിങ്. അപ്പോൾ ഓണർഷിപ്പ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ അതാണ്. രണ്ടാമത്തെ ലൊക്കേഷൻ കണ്ടീഷൻ. The advantage of locating a factory in a specific location due to the specific advantage of the location. If a particular manufacturer, for example, Silicon Valley, നമ്മൾ അമേരിക്കയിലെ ഏറ്റവും വലിയ IT ഇൻഡസ്ട്രി ബേസ് ചെയ്ത സ്ഥലമാണ് സിലിക്കൺ വാലി. The location of IT companies are on a particular place based on the natural resources. അല്ലെങ്കിൽ ഗൾഫ് oil companies are focused in Gulf region because the availability of natural resources, or the China availability of low cost laborers. Our location advantage, the advantage of locating a factory in a specific location due to the specific advantage of the location, availability of raw material or availability of low cost labor. മൂന്നാമതായിട്ട് internalization advantage. Internalization advantage means internalizing a business activity rather than leaving it to a relatively inefficient market. അതായത് ആ കമ്പനിയുടെ സ്ട്രെങ്തിൽ അവരെന്ത് ചെയ്യുന്നു, അവരെ ഫോക്കസ് ചെയ്യുന്നു. എ ഫേം എ ബെനഫിറ്റ് കൺട്രോളിങ് എ ഫോറിൻ ബിസിനസ് ആക്ടിവിറ്റി ദാൻ ലീവിങ് ഇറ്റ് ടു എ ലോക്കൽ കമ്പനി ടു പ്രൊവൈഡ് ദ സർവീസ്. ദാറ്റ് മീൻസ്, ഫോർ എക്സാമ്പിൾ, ഇഫ് ദേ ഹാവ് ദ കപ്പാസിറ്റി ടു മാനുഫാക്ചർ ഓർ മേക്ക് ദ സർവീസ് ഇൻ ഇന്ത്യ, they will do it as their own. They will not select an option of a licensee or any other agent. അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ഇൻറ്റേർണലൈസേഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി, ഇൻറ്റേർണലൈസിങ് എ ബിസിനസ് ആക്ടിവിറ്റി റാദർ ദാൻ ലീവിങ് ഇറ്റ് ടു എ റിലേറ്റീവ്ലി ഇൻഎഫിഷ്യൻറ്റ് മാർക്കറ്റ്. അപ്പം ഒരു ലോക്കൽ കമ്പനിയെ നമ്മൾ വേപ്പിക്കുന്നതിന് പകരം വി യൂട്ടിലൈസ് അവർ സ്ട്രെങ്ത് ഫോർ മാനുഫാക്ചറിങ് ഓർ മേക്കിംഗ് ദ ഗുഡ്സ് അവൈലബിൾ. അപ്പോൾ കൺട്രോൾ വിൽ ബിക്കം എക്സ്പെൻസീവ് if the local company misappropriate the reputation or brand name. അപ്പോൾ നമ്മൾ ഇന്ത്യയിലേക്ക് ഒരു മൾട്ടിനാഷണൽ കമ്പനി വരുന്നതിന് പകരം അവർ വേറൊരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു കൺട്രോൾ ദെയർ മിസ്യൂസ് റിഗാർഡിംഗ് ബ്രാൻഡ് നെയിം ഓർ എനി അതർ ആസ്പെക്ട്. അപ്പം ഇന്റേണലൈസേഷൻ അഡ്വാൻറ്റേജിൽ ആ കമ്പനിയുടെ ഇന്റേണൽ സ്ട്രെങ്ത് ഉപയോഗിച്ചുകൊണ്ട് ദേ വിൽ ഫോക്കസ് ഓൺ മാനുഫാക്ചറിങ് ഓർ മേക്കിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എ ഫോറിൻ കൺട്രി. മൂന്ന് എക്ലറ്റിക് തിയറിയിൽ ത്രീ കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഒന്ന് ഓണർഷിപ്പ് അഡ്വാൻറ്റേജ്, അപ്പോൾ അത് ബ്രാൻഡ് നെയിം, ടെക്നിക്കൽ നോളജ്, ഇതൊക്കെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഓണർഷിപ്പ് അഡ്വാൻറ്റേജ്. രണ്ട് ലൊക്കേഷൻ അഡ്വാൻറ്റേജ്, ദാറ്റ് മീൻസ് സെർച്ച് ഫോർ എ സ്പെസിഫിക് ലൊക്കേഷൻ ബേസ്ഡ് ഓൺ നാച്ചുറൽ റിസോഴ്സസ് ഓർ ലോ കോസ്റ്റ് ലേബേഴ്സ്. ദെൻ ഇന്റേണലൈസേഷൻ അഡ്വാൻറ്റേജ് മീൻസ് ഇന്റേണലൈസിങ് എ ബിസിനസ് ആക്ടിവിറ്റി ബേസ്ഡ് ഓൺ ഇറ്റ്സ് കപ്പാസിറ്റി. അപ്പോൾ അത് they will not select a local company to provide the service because there may be some issues in the future. Then fourth theory, market power. So FDI may be used for establishing dominant market presence in the country, in the industry. For example, Toyota, they are number one in world. So they use their market power to start the brand production units all over the world to maintain their market power. Dominant market presence leads to greater profit. ഇപ്പോൾ കൊക്കക്കോള അല്ലെങ്കിൽ അങ്ങനത്തെ മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ they are using their market power for FDI. So their brand, their products are familiar all over the world. So it is very easy for them to manufacture the products at any part of the world. അപ്പോൾ മാർക്കറ്റ് പവർ എന്ന് പറയുന്നത് it is a major factor based on the MNCs. MNCs are using this market power for conquering the market, for gaining more profit. So market power can be acquired through extension of activities into supply chain by providing the products to the different parts of the world, providing with the proper supply chain management, gaining control over distributors. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, നമ്മുടെ പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മളുമായിട്ട് ഡയറക്റ്റ് ലിങ്ക്, ഡയറക്റ്റ് അഗ്രിമെൻറ്റിൽ വരിക. സെല്ലിംഗ് ത്രൂ വെബ്സൈറ്റ്സ്,
നമുക്കറിയാം ലോകത്തുള്ള എല്ലാ കമ്പനികളും ഇപ്പോൾ 24/7 ലോക്ക്ഡൗൺ ഒക്കെ വന്നതോടുകൂടി ഓൺലൈൻ സെല്ലിങ്ങിലേക്ക് നീളുന്നു. മാർക്കറ്റ് പവർ ക്യാൻ ബി റീറ്റെയിൻഡ് ത്രൂ സെല്ലിംഗ് ത്രൂ വെബ്സൈറ്റ്സ്, ഫ്രാഞ്ചൈസിങ്. യു ക്യാൻ ഗിവ് franchises to the other companies in other countries. അപ്പോൾ മാർക്കറ്റ് പവർ FDI may be, but this investment can be used for increasing their market power in developing countries in the world. From dominant market presence in the industry, FDI is used for dominating the market power or market presence in the world. It can be acquired through more supply chain management system, or controlling more efficiently controlling the distributors, or selling through websites or franchising. Then the fifth theory, internalization approach. അതിനകത്ത് രണ്ട് പ്രിൻസിപ്പിളാണ് ഉള്ളത്. The firms internalize missing external markets until the cost of further internalization outweigh the benefits. അതായത് ആ കമ്പനിക്ക് തന്നെ അത് ചെയ്യാനായിട്ട് വരുന്ന കോസ്റ്റ് അത് ഈ ബെനഫിറ്റിനേക്കാൾ കൂടുന്നത് വരെ എന്താണ് അവർ കൂടുന്നത് വരെ അത് എക്സ്റ്റേണൽ മാർക്കറ്റിനെ അവർ ഫോക്കസ് ചെയ്യില്ല. അതായത് ഫേംസ് internalize missing external markets until the cost of further internalization outweigh the benefit. അപ്പോൾ അവരുടെ ഹോം കൺട്രിയിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് കോസ്റ്റ് കൂടുതലാണെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റേജിൽ മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ, എക്സ്റ്റേണൽ മാർക്കറ്റ് സെലക്ട് ചെയ്യുള്ളൂ. അപ്പം ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ ദ ഹോം കൺട്രി ഈസ് ഇൻക്രീസിങ്, ദെൻ ദേ വിൽ സെർച്ച് ഫോർ അതർ കൺട്രീസ്. അപ്പം ഇന്റേണലൈസേഷൻ അപ്രോച്ചിൽ രണ്ട് പ്രിൻസിപ്പിളാണ്. ഒന്ന്, ഫേംസ് ഇന്റേണലൈസ് missing external markets until the cost of further internalization outweigh the benefit. രണ്ടാമതായിട്ട് firms choose location for other constituent activities that minimizes the overall cost of operation. അപ്പം ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നത്, ഡ്യൂ ടു ദ സെലക്ഷൻ ഓഫ് ലൊക്കേഷൻ it reduce for the overall cost of operation. So they will select location on 3 motives. ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്ന 3 ബേസിലാണ്. ഒന്ന്, ഫോറിൻ മാർക്കറ്റ് സീക്കിംഗ് FDI. അപ്പം ഇന്ത്യയിലേക്ക് ദേ ആർ സ്റ്റാർട്ടിങ് ടു ഷിഫ്റ്റ് ദെയർ പ്രൊഡക്ഷൻ, സോ ദേ ആർ സീക്കിംഗ് ദ മാർക്കറ്റ് ഓഫ് അവർ കൺട്രി അല്ലെ ഇന്ത്യ. മാർക്കറ്റ് സീക്കിംഗ് FDI. എഫിഷ്യൻസി സീക്കിംഗ് FDI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് അല്ലെങ്കിൽ ബെറ്റർ എഫിഷ്യൻസി. ഫോർ എക്സാമ്പിൾ BPO, ഇന്ത്യയിൽ BPO നമ്മൾ നടത്തുകയാണെങ്കിൽ മാൻ പവർ, വളരെ എഫിഷ്യൻറ്റ് മാൻ പവർ ഉണ്ട്, ലോ കോസ്റ്റിൽ അവൈലബിൾ ആണ്. എഫിഷ്യൻസി സീക്കിംഗ് FDI. റിസോഴ്സ് സീക്കിംഗ് FDI മീൻസ് ഫോർ എക്സാമ്പിൾ ഓയിൽ ഗൾഫ് കൺട്രീസ്, ദേ ആർ മേക്കിംഗ് FDI ഇൻ സെർച്ച് ഓഫ് റിസോഴ്സസ്. അപ്പോൾ 5 തിയറീസാണ് നമ്മൾ പറഞ്ഞത്. ഈ 5 തിയറീസ് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ലോകത്തെ FDI ഡിസിഷൻസ് എല്ലാം നടക്കുന്നത്. സോ FDI theories. So the companies will make their investment based on any one of these FDI theory. Okay, thank you.